ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ദി എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പറഞ്ഞു താമസാണ്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മിക്കവാറും ഇന്നാണ് എക്സാം, അല്ലെങ്കിൽ അല്ലെ നാളെ, അതായത് ഇപ്പൊ രാത്രി സമയം അല്ലെങ്കിൽ നാളെ, ഓൾമോസ്റ്റ് ഇന്ന് എന്നുള്ള പോലെ തന്നെ എക്സാം. 24 മണിക്കൂറൊന്നും നമ്മുടെ മുന്നിലില്ല. അങ്ങനെയുള്ളൊരു ടൈമിലായിരിക്കും മിക്കവാറും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പം എടാ, എനിക്കൊന്ന് കുറേ പേര് ഡൗട്ട് ചോദിച്ചു, മിസ്സേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണോ എഴുതേണ്ടത്, ഇത് ഇങ്ങനെ മതിയോ, ഇതിന്റെ കൂടെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇത് എത്ര എഴുതണം, അങ്ങനെ ഒരുപാട് ഡൗട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. ഏതാണ്ടാ? യെസ്, കമ്പാരിസൺ ഓഫ് 2 poems അല്ലെ. അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ ഡയലോഗ് അടിച്ച് ഞാൻ നീട്ടുന്നില്ല. അപ്പൊ മക്കളെ, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, അതേപോലെ തന്നെ ലൈക്കും ചെയ്യാട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ വേഗം ഷെയർ ചെയ്ത് കൊടുക്കടാ. ഇതാണ് സംഗതി എന്നുള്ളത് കാരണം എല്ലാവർക്കും ഫ്രണ്ട്സിന് വേഗം ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാട്ടോ. യെസ്, അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ നോക്കണം. കമ്പാരിസൺ ഓഫ് 2 poems. മക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു 8 മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഏത്? ഈ കമ്പാരിസൺ ഓഫ് 2 poems അല്ലെ. അപ്പം നമ്മൾ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കവിത, ഇപ്പൊ റൈസ് ആണെന്നെങ്കിൽ അല്ലെ, ഒന്നെങ്കിൽ റൈസ് ആവാം, അല്ലെങ്കിൽ സ്റ്റാമർ ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലെ എനി വിമൻ ആയിരിക്കാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു പോയം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പോയം പറയും. ഓക്കെ, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ഒരു കവിത അവർ ഓൾറെഡി തരും. എന്നിട്ട് നമ്മളടുത്ത് പറയുന്നത് എന്ന് വെച്ചാൽ ആ കവിത അല്ലെ, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള കവിതേനെ നമ്മൾ പഠിച്ച കവിതയായിട്ട് കമ്പയർ ചെയ്യാനാണ്. ഇതിന്റെ അകത്തുള്ള ഏറ്റവും വലിയ ലിങ്ക് ഓഫ് ദ ലിങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ 2 പോയംസും, ഏത് നമ്മൾ പഠിച്ചിട്ടുള്ള പോയമും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള പോയമും തീമില് സെയിം ആയിരിക്കും. അതായത് ഇതിന്റെ രണ്ടിന്റെയും തീംസ് സിമിലർ ആയിരിക്കും. സിമിലർ തീംസ് ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ സിമിലർ തീംസ് പറയുമ്പോൾ ഒന്നെങ്കിൽ എന്താണ്, രണ്ടും ഒരേപോലെ ആയിരിക്കും, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിരിക്കും. എന്താണ്? യെസ്, കോൺട്രാസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ ഈ ഇതില്ലടാ, റൈസിന്റെ അകത്ത്, റൈസ് എന്ന് പറയുമ്പം അതൊരു സെറ്റയർ ആണ് അല്ലെ. കൃഷി കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കൃഷി ഡിസപ്പിയർ ആവുന്നതിന് ഒരു ആക്ഷേപഹാസ്യത്തിലൂടെ, സെറ്റയറിലൂടെ പറയാണ് ചെയ്യുന്നത്. ഏത്? ആ ഒരു റൈസ് എന്ന് പറഞ്ഞ പോമിലൂടെ. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നുണ്ടാവുക ഒരുപാട് ഫാമിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കവിതയായിരിക്കും. അപ്പൊ എന്താണ്, അത് രണ്ടും അല്ലെ ഏകദേശം ആ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു തീംസ്, അല്ലെങ്കിൽ അതിനൊരു കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സംഗതിയാണ്. സോ ഇത് രണ്ടും, ഈ 2 കവിതയ്ക്കും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവും, ഒരു ലിങ്ക് ഓഫ് ദ ലിങ്ക് ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെടാ, നിങ്ങൾക്ക് അപ്രിസിയേഷൻ നോട്ട് എഴുതാൻ അറിഞ്ഞൂടെ? എന്താണ് പൊതുവെ നമ്മളൊരു അപ്രിസിയേഷൻ നോട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ആദ്യം തന്നെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പോയം ആൻഡ് ദ പോയിറ്റ് അല്ലെ. അതിന്റെ കവി ആരാണ് അല്ലെ, ആ കവിതയുടെ പോയം അല്ലെ, പോയറ്റ് ആരാണ്, അല്ലെങ്കിൽ ആ പോയം ഏതാണ് അല്ലെ, അത് രണ്ടും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ ആ കവിതയ്ക്ക് ഒരു തീം ഉണ്ടാവുമല്ലോ, നമ്മൾ വായിച്ചു നോക്കിയിട്ടില്ല. നമ്മൾ പഠിച്ച കവിതയുടെ തീം ഓൾറെഡി നമുക്കറിയാം. നമ്മൾ വായിച്ചു നോക്കിയിട്ട് അല്ലെ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്ന പോയമിന്റെ വായിച്ചു നോക്കിയ തീം നമുക്ക് കിട്ടില്ലേ, ആ തീം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിന്റെ അകത്തുള്ള, അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതാം. പിന്നെ നെക്സ്റ്റ് അതിനകത്ത് അടുത്ത പാരഗ്രാഫിൽ എന്താണ്, അതിന്റെ ഒരു സമ്മറി. ഓക്കെ, നിങ്ങൾ പഠിച്ച പോയമിന്റെ ആണെങ്കിലും അതിന്റെ ചെറിയൊരു ബ്രീഫ് സമ്മറി കൊടുക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന കവിതയെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെറിയൊരു സമ്മറി നിങ്ങൾ കൊടുക്കുക. ആൻഡ് ലാസ്റ്റിലേക്ക് എന്താ, ഇതിന്റെ രണ്ടും തമ്മിലുള്ള എന്തെങ്കിലും അല്ലെ പോയറ്റിക് ഡിവൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ, അലിട്രേഷൻ, മെറ്റഫർ, സിമിലി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക. ആൻഡ് ഫൈനൽ ലാസ്റ്റ്, അങ്ങനെയാണ് പൊതുവെ നമ്മൾ അപ്രിസിയേഷൻ എഴുതുക അല്ലെ. എന്താ, നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് നമ്മുടെ ഒരു അഭിപ്രായം കൂടെ എഴുതും. ഏതാണ് അല്ലെ, എനിക്ക് ഈ പോയം ഇതാണ് ഇഷ്ടപ്പെടാൻ കാരണം, ദീസ് ലൈൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ എഴുതുക. സെയിം സാധനം തന്നെ 2 കവിതേനെ വെച്ച് ചെയ്യുന്നു. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ അകത്ത് ലാസ്റ്റ് ഒരു കമ്പാരിസൺ കൊടുക്കണം. അതായത് 2 പോയമിനെയും കുറിച്ച് വെവ്വേറെ തന്നെ എഴുതിയിട്ട് അവസാനം ഈ 2 കവിതയും തമ്മിലുള്ള ഒരു ബന്ധം എന്താണുള്ളത് അത് നിങ്ങൾ ഏകദേശം എഴുതി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഈ 2 കവിതയും തമ്മിൽ വല്ല ബന്ധം ഉണ്ടോ എന്നുള്ളത് കേട്ടോ. യെസ്, അപ്പൊ അതിലേക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള കുറച്ച് സെന്റൻസസ് മിസ് കാണിച്ചു തരാം. എങ്ങനെയാണ് ഒരു എന്താ പറയാ കമ്പാരിസൺ, പോയം കമ്പാരിസൺ എഴുതേണ്ടതെന്നുള്ള ഒരു ചെറിയ ഒരു സ്റ്റെൻസിൽ പോലെ ഒരു സംഗതി കാണിച്ചു തരാം കേട്ടോ. നോക്കിയടാ, ദ ഫേമസ് പോയം. അപ്പം നിങ്ങളുടെ കവിത 1 അല്ലെ, നിങ്ങൾ പഠിച്ച കവിത അല്ലെ, വാസ് റിട്ടൺ ബൈ, അല്ലെങ്കിൽ റിട്ടൺ ബൈ ഇന്നാള് അല്ലെ. ഇപ്പൊ ഏതാ, നമ്മുടെ റൈസ്, റിട്ടൺ ബൈ ചെമ്മനം ചാക്കോ, ടോക്സ് അബൌട്ട് എന്ത് തീമാണോ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് അല്ലെ, അതിനെ കുറിച്ചാണ് പറയുന്നത്. സിമിലർലി ദ സെക്കൻഡ് പോയം, രണ്ടാമത്തെ കവിതയായിട്ടുള്ള നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന, ഇപ്പൊ ദ ഫാമിംഗ് എന്ന് പറഞ്ഞൊരു കവിതയാണെന്ന് വിചാരിക്കാം. ദ ഫാമിംഗ് റിട്ടൺ ബൈ ഏതെങ്കിലും ഒരു കവിയാണെന്നുണ്ടെങ്കിൽ ആ കവിയുടെ പേര് കൊടുക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുമല്ലോ. ഓൾസോ ഫോക്കസസ് ഓൺ തീം 2 ഇൻ എ ഡിഫറെന്റ് വേ. അതായത് രണ്ടാമത്തെ കവിതയിൽ പറഞ്ഞ തീം എന്താണോ അതിനൊരു ഡിഫറെന്റ് വേയിലാണ് പറയുന്നത്. ബോത്ത് പോയംസ് ഹാവ്, ഇതൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ബോത്ത് പോയംസ് ഹാവ് ഡീപ് മീനിങ്സ് ആൻഡ് യൂസ് പോയറ്റിക് ഡിവൈസസ് ടു എക്സ്പ്രസ് ദിയർ ഐഡിയാസ് അല്ലെ. രണ്ടിനും ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള മീനിങ്സ് ഉണ്ട്, ഭയങ്കര ഫിലോസഫിക്കൽ ആയ അർത്ഥങ്ങൾ ഉണ്ടെന്ന് എഴുതട്ടോ. ഭയങ്കര ഫിലോസഫിക്കൽ ആയിട്ടുള്ള ടോൺ ആണ്
ചിലപ്പോൾ ഫിലോസഫിക്കൽ ആയിരിക്കാം, ചിലപ്പോൾ മെലൻകളി ആയിരിക്കാം, ചിലപ്പോൾ എംപവറിംഗ് ടോൺ ആയിരിക്കാം. മിക്കവാറും എന്താ പറയാ വിമൻ എംപവർമെന്റ് ആയിട്ടുള്ള പോയിംസ് ആണെന്നെങ്കിൽ എംപവറിംഗ് ആയിട്ടുള്ള ടോൺ ആണ്, തീമാണെന്നൊക്കെ എഴുതാം കേട്ടോ. Both poems are well structured and the poets make their poems interesting and easy to read. അപ്പം രണ്ട് കവിതയും എന്താണ് റീഡേഴ്സിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുന്നുണ്ട്. ഇനി പോയം 1ന്റെ അനാലിസിസ് പോലെ ഇങ്ങനെ ഹെഡിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. നോക്കിടാ, ദ ഫസ്റ്റ് പോയം. ആ ഫസ്റ്റ് പോയം എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഫസ്റ്റ് പോയം എന്നുള്ള പേര് കൊടുക്കണ്ട. എന്താണ് നിങ്ങളുടെ ആ കവിത ഏതാണോ, അല്ലെ നമ്മൾ ഓൾറെഡി പഠിച്ച കവിത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന കവിത, എടാ ഒരു പ്രാവശ്യം അല്ലെ ഫസ്റ്റ് പോയം എന്ന് പറയുന്ന സമയത്ത് ഏതാണോ, ഇപ്പൊ നിങ്ങൾ എന്താ പറയാ ഈ നമ്മുടെ റൈസിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ റൈസിനെ കുറിച്ച് മാത്രം എഴുതാം. അതിന് ശേഷമേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നതിനെ കുറിച്ച് എഴുതാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന കവിതനെ എഴുതുകയാണെങ്കിൽ അത് ഫസ്റ്റ് എഴുതി കഴിയാം, അത് കഴിഞ്ഞതിന് ശേഷം റൈസിനെ കുറിച്ച് എഴുതാം കേട്ടോ. സോ ദ ഫസ്റ്റ് പോയം ഹാസ് ഇത്ര ലൈൻസ് വിച്ച് ഹെൽപ് ദ റീഡർ അണ്ടർസ്റ്റാൻഡ് ദ പോയറ്റ്സ് മെസ്സേജ് ക്ലിയർലി. ദ ലാംഗ്വേജസ് എങ്ങനെയാണോ, അല്ല അതിന്റെ ലാംഗ്വേജ് സിമ്പിൾ ആണോ, ഇമോഷണൽ ആണോ, സീരിയസ് ആണോ, അത് കൊടുക്കുക. സോ ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ദ പോയറ്റ് ഓൾസോ യൂസസ് സം ബ്യൂട്ടിഫുൾ ലൈൻസ് ലൈക്ക്, എന്നിട്ട് ആ കവിത എന്നുള്ള ഏതേ 2 വരിയൊക്കെ എടുത്തിട്ട് എഴുതുക. വിച്ച് മേക്സ് ദ പോയം മോർ മീനിങ് ഫുൾ. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള ഒരു എളുപ്പത്തിലുള്ള ഒരു സംഗതിയാണ് എന്തെന്ന് പറയടാ, നമ്മൾ പഠിച്ച കവിതയിലുള്ള ഏതെങ്കിലും 2 വരി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അപ്പൊ മെൻഡിങ് മോളുടെ അകത്തൊക്കെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയില്ലേ, അങ്ങനെയുള്ള ലൈൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യടാ, നമ്മളിതാ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു ഡബിൾ കോട്ട്സിലിട്ടിട്ട് ആ ലൈൻസിന് താഴെ അങ്ങോട്ട് എഴുതി വെക്കുക കേട്ടോ. സോ അതെന്താണ്, ടീച്ചേഴ്സ് പേപ്പർ നോക്കുന്ന സമയത്തും ഓക്കെ ഈ കുട്ടിക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാലോ എന്നൊരു ഐഡിയ തോന്നിയിട്ട് അവിടെ മാർക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. യെസ്, അപ്പൊ അതൊരു ടിപ്പാണ്, അത് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. Then the poet uses some beautiful lines like, അപ്പൊ നമ്മൾ ലൈൻസിനെ കുറിച്ച് പറഞ്ഞു, which makes the poem more meaningful. ഇനി അതിനകത്ത് സ്ട്രോങ് ഇമേജറീസ്, ചിലപ്പോൾ ഇമേജറീസ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ എഴുതാൻ കേട്ടോ. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്താണ്, വിഷ്വൽ ഇമേജറി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ ഓഡിറ്ററി ഇമേജ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. Then the poet also uses poetic devices like, എന്തെങ്കിലും poetic device ഉണ്ടെന്നാണെങ്കിൽ alliteration, metaphor, personification അതൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ എന്നിട്ട് എവിടെയാണ് അത് കൊടുക്കുന്നത്, ആ സിമിലി മെറ്റഫർ ഒക്കെ എവിടെയാണോ കൊടുക്കുന്നത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് സെക്കൻഡ് പോയത്തിനെ കുറിച്ചും ഇതേപോലെയൊക്കെ തന്നെ പറയാം കേട്ടോ. അതിൻ്റെ അകത്തും പേഴ്സോണിഫിക്കേഷനോ അലിട്രേഷനോ എന്തുണ്ടെങ്കിൽ അതൊക്കെ പറയാം. ആൻഡ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യാണ്, യെസ് ഒരു കൺക്ലൂഷൻ പോലെ, ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ താഴെ തന്നെ വേറെ തന്നെ കൊടുക്കാം. ഇനിയിപ്പോ അതല്ലാന്നാണെങ്കിൽ അതിന്റെ കൂടെ നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതാം കേട്ടോ. എന്താണ്, ഇൻ കൺക്ലൂഷൻ ബോത്ത് പോയംസ് ആർ ബ്യൂട്ടിഫുൾ ആൻഡ് വെൽ റിട്ടൺ അല്ലെ. അപ്പൊ നമ്മുടെ 2 പോയംസും ബ്യൂട്ടിഫുള്ളും വെൽ റിട്ടണും ആണ്. ദ ലാംഗ്വേജ് ഇസ് സിമ്പിൾ ബട്ട് ദ പോയംസ് ഹാവ് ഡീപ് മീനിങ്സ്. അല്ലേ, നമ്മുടെ ലാംഗ്വേജ് സിമ്പിൾ ആണ്, പക്ഷെ കവിതയ്ക്ക് എന്താണ് ഡീപ്പർ ആയിട്ടുള്ള മീനിങ് ഉണ്ട് അല്ലെ. ദ പോയറ്റ്സ് യൂസ് ഇമേജറി, റൈം ആൻഡ് പോയറ്റിക് ഡിവൈസസ് ടു മേക്ക് ദിയർ പോയം സ്പെഷ്യൽ അല്ലെ. അപ്പൊ നമ്മുടെ കവിതയെ സ്പെഷ്യൽ ആക്കാൻ വേണ്ടി പോയിറ്റ്സ് ഈ വക സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബോത്ത് പോയംസ് ഹാവ് എ സ്ട്രോങ് ഇംപ്രഷൻ ഓൺ ദ റീഡർ അല്ലെ. 2 കവിതയ്ക്കും എന്താണ്, 2 പോയംസിനുള്ള പ്രത്യേകത എന്താണ്, 2നും റീഡറിന്റെ മേലെ ഒരു ഡീപ്പ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ദേ ടീച്ച് ആൻ ഇമ്പോർട്ടന്റ് മെസ്സേജ് അബൌട്ട്, എന്ത് മെസ്സേജ് ആണോ 2 കവിതകളും പൊതുവെ കൊടുക്കുന്നത് അത് അവിടെ എഴുതുക. മേക്കിംഗ് ദം ഇൻട്രസ്റ്റിംഗ് ആൻഡ് മീനിങ് ഫുൾ. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ആ ഒരു ലാസ്റ്റ് ഉള്ള കൺക്ലൂഷൻ, അല്ലെങ്കിൽ ആ കൺക്ലൂഡ് ചെയ്യുന്ന പാരഗ്രാഫിൽ എഴുതേണ്ടത് കേട്ടോ. സോ ഏറ്റവും മേലെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ 2 പോയംസും ആരുടേതാണ്, ഏതാണ് കവിത എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് പാരഗ്രാഫിലാവുന്ന സമയത്ത് അല്ലെ, അതായത് ഇത് 2ഉം തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ഇൻ ഐഡിയ ആണ്, അതൊക്കെ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് കൊടുക്കുക. സെക്കൻഡ് പാരഗ്രാഫിലേക്ക് എന്താ എഴുതേണ്ടത്, യെസ് അതിനകത്ത് ഏതെങ്കിലും ഫസ്റ്റ് അല്ലേ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള കവിതയല്ലേ, അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതിനെ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിനകത്തൊക്കെ എഴുതുക. തേർഡ് പാരഗ്രാഫിനകത്ത് നമ്മളോട് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള പോയം ഇല്ലേ, ഇപ്പം റൈസോ അല്ലെങ്കിൽ ഏതാ പറയാ സ്റ്റാമറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയം ഉണ്ടാവില്ലേ, അതിനെ കുറിച്ച് തേർഡ് പാരഗ്രാഫ് എഴുതുക. ആൻഡ് ഫൈനലി ഫോർത്ത് പാരഗ്രാഫിനകത്ത് ഈ 2 കവിതകളും കൂടെ വെച്ചിട്ട് ഇതാ ഇങ്ങനെയൊക്കെയുള്ള പോലെ ഒരു കൺക്ലൂഷൻ പോലും കൂടെ ആക്കി എഴുതി കൊടുക്കുക കേട്ടോ. സോ ഇങ്ങനെയാണ് മക്കളെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പോയം കമ്പാരിസൺ എഴുതേണ്ടത് കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾ പഠിക്കാൻ ഭയങ്കര വിഷമമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുന്ന ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്നതാണ്. എടാ മിസ് വേറൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ, അതായത് പാസ് ആവാൻ വേണ്ടിയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മിസ് ഇതിനേക്കാളും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഈസിയാണ്, ഒറ്റയടിക്ക് വേഗം ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് കേട്ടോ. സോ അതൊന്ന് പോയി കണ്ടു നോക്കുക. യെസ്, അപ്പം എന്താണെടാ, നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കണം. എക്സാമിനൊന്നും ഒരു ടെൻഷനും വേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വരുള്ളൂ. ആ ധൈര്യത്തോടെ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസോടെ തന്നെ നിങ്ങൾ എക്സാമുകളിലേക്ക് സന്തോഷമായിട്ട് ധൈര്യമായിട്ട് പോകാട്ടോടാ. അപ്പൊ എന്താണ്, നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.